രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യ ധർ സംവിധാനം ചെയ്ത ദുരന്തർ മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത്. ചിത്രം തിയേറ്ററുകളിലെത്തി 2 ദിവസം പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിലും കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യ ധർ സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ. വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ചിത്രം റിലീസ് ചെയ്ത് 2 ദിവസം പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിലും കാര്യമായ ചലനമുണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 61.7 കോടി രൂപയാണ് ചിത്രം നേടിയത്. ആദ്യ ദിനം 28.6 കോടി രൂപയാണ് ദുരന്തർ നേടിയതെങ്കിൽ രണ്ടാം ദിനം 33.1 കോടി രൂപയാണ് സിനിമ സ്വന്തമാക്കിയത്. അതേസമയം ഓവർസീസ് മാർക്കറ്റിലും സിനിമയ്ക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. 17 കോടിയാണ് സിനിമയുടെ ഇതുവരെയുള്ള ഓവർസീസ് കളക്ഷൻ. സിനിമയുടെ മേക്കിങ്ങിനും രൺവീറിന്റെ പ്രകടനത്തിനും വലിയ കയ്യടികൾ ലഭിക്കുന്നുണ്ട്. രൺവീറിന്റെ പക്കാ കംബാക്കാണ് ദുരന്തർ എന്നും ഗംഭീര പെർഫോമൻസ് ആണ് നടൻ കാഴ്ചവെക്കുന്നതെന്നും ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. സിനിമയിലെ അക്ഷയ് ഖന്നയുടെ പ്രകടനത്തിനും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതേസമയം ചിത്രത്തിലെ സാറ അർജുനുമായുള്ള രൺവീറിന്റെ റൊമാൻസ് രംഗങ്ങൾക്ക് ട്രെയിലർ പുറത്തിറങ്ങിയ സമയം മുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 40 വയസ്സുള്ള രൺവീറിന്റെ നായികയായി 20 വയസ്സുള്ള സാറയെ എന്തിന് കാസ്റ്റ് ചെയ്തുവെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. 280 കോടി രൂപ ബജറ്റിലാണ് സിനിമയൊരുങ്ങിയത്. ജിയോ സ്റ്റുഡിയോസ്, B62 സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, R മാധവൻ, അർജുൻ രാംപാൽ എന്നിവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് ആദിത്യ ധർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.